പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കുക എന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. അതിന് കുറേ ശ്രമിച്ചിട്ട് കഴിയാതെ പോയവരാണോ നിങ്ങൾ? ഇനി അതുമല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു തുടങ്ങുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. You heard about this term Anglicism before? If so, please let me know in comments. ഡിയേഴ്സ്, ഒരു ബിലോ ആവറേജ് പേഴ്സണായി എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും IELTS സ്പീക്കിംഗ് 7 ബാൻഡ് സ്കോറോട് പാസ് ആവുന്നതിനും സാധിക്കുമെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പായിട്ടും ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. Hello Anglicists, it's me Manoj Patranatha here. First of all, I would like to give you a warm welcome to my YouTube channel, Study With Us. Have you heard about this term Anglicism before? If so, please let me know in comments. An Anglicist is a term which is used to describe about a person who studies English language. I hope you are one among them. Dears, before jumping on in, let me say something about me. I have worked in a government sector for 13 years and due to some personal circumstances, I decided to opt out from it and fully immerse in English language. English has been a passion of mine for a long time. Meanwhile, I even cracked IELTS with an overall score of 6.5, including 7 band in speaking. Dears, please don't misunderstand me. I'm not exaggerating. I know many people score even above 7 band in IELTS speaking. But for a below average person like me, it's a big deal. That's what I tried to convey here. Please watch the whole video, then you will understand better. That's all about my language learning journey in a nutshell. ഡിയേഴ്സ്, ഞാൻ ഇനി ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിലെ ഒരു സെറ്റ് ബാക്കിനെ കുറിച്ചാണ്. ഇറ്റ്സ് എ സെറ്റ് ബാക്ക് ആസ് വെൽ ആസ് വാട്ട് ഐ കോൾ എ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ഞാൻ 8ാം ക്ലാസ് വരെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പഠിച്ചത്. ഇംഗ്ലീഷിൽ വളരെ വീക്കായ കാരണം കൊണ്ട് എന്തായാലും 8ൽ വെച്ച് വളരെ മനോഹരമായി തോൽക്കുന്നതിനിടയായി. ഈ പഠിക്കാൻ മണ്ടന്മാർ എന്ന് പേര് കേൾപ്പിച്ചവർക്ക് എൻ്റെ ആ വിഷമം മനസ്സിലാവും. അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ക്ലാസ്സും കടന്നുകൂടുക എന്നത് ഒരു കടമ്പ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ തോറ്റാ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് കുത്തുവാക്കുകൾ. ഇവൻ പഠിക്കാൻ മണ്ടനാണ്, ഇവനെ എന്തിനാണ് പഠിപ്പിക്കുന്നത്, ഇവനെ പഠിപ്പിക്കുന്ന സമയത്ത് മറ്റു വല്ല പണിക്കും വിട്ടാൽ പ്രയോജനം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കുത്തുവാക്കുകൾ. ഈ ലോകം തന്നെ നമുക്ക് എതിരാണെന്ന് തോന്നുന്ന നിമിഷങ്ങൾ. എന്തായാലും 8ാം ക്ലാസ്സിൽ ആ തോൽവിയോടുകൂടി എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും നേരെ മലയാളം മീഡിയത്തിലേക്ക് മാറ്റുകയുണ്ടായി. സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് സ്വയം ചിന്തിച്ച് തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളായിരുന്നു അത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അരമണിക്കൂറോ അതിൽ പുറത്തോ എടുക്കുമെന്നുള്ള കാര്യം. ഇനിയൊരു തോൽവി പാടില്ല. അപ്പോൾ എന്തായാലും എത്ര സമയം പഠിക്കാൻ എടുക്കുമോ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ അന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഏതാണ്ട് 70% മാർക്കോടുകൂടി SSLCയും ഡിഗ്രിയും പാസ്സായി ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം സഹായകരമാക്കി. ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ എൻ്റെ 8ാം ക്ലാസ്സിലെ തോൽവിയെക്കുറിച്ച് ഷെയർ ചെയ്തല്ലോ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഗ്രാസ്പിംഗ് പവർ എന്ന് പറയുന്ന സംഭവം പലരിലും വ്യത്യസ്തമാണ്. ചിലർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുകയും ഗ്രഹിക്കുകയും ചെയ്യും. ചിലർ സ്ലോ ലേണേഴ്സ് ആണ്. അവർക്ക് കാര്യങ്ങൾ വളരെ വൈകി കത്തുകയുള്ളൂ. അവർ ചെയ്യേണ്ടത് സ്ഥിരോത്സാഹത്തോടു കൂടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഏത് കാര്യമാണോ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും കൂടുതൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ്സ് ദ ഓൺലി റീസൺ വൈ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ടോക്കിംഗ് ടു യു നൗ. ഡിയേഴ്സ്, ഒരു ബിലോ ആവറേജ് പേഴ്സണായി എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും IELTS സ്പീക്കിംഗ് 7 ബാൻഡ് സ്കോറോട് പാസ് ആവുന്നതിനും സാധിക്കുമെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പായിട്ടും ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. ഡിയേഴ്സ്, ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത്, എന്തൊക്കെ മെത്തേഡുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വീഡിയോകളായിരിക്കും ഇനി അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഫോർ ദ ടൈം ബീയിങ്, ഇറ്റ്സ് എ ഗുഡ് ബൈ.